കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദത്തിൽ UDF നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPIM ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി മുതൽ ഓട്ടുപാറ വരെ നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 വടക്കാഞ്ചേരി CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനോ ഭരണസമിതിയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ UDFന്റെയും BJPയുടെയും മറ്റ് വർഗീയ ശക്തികളുടെയും പിന്തുണ ഒരിക്കലും തേടുകയില്ലെന്ന് തത്വദീക്ഷതയോടെ എക്കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് CPIM എന്ന് അദ്ദേഹം പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ കള്ളപ്രചാരവേലയുടെ അടിസ്ഥാനം അപ്പോ കോൺഗ്രസിന്റെ നേതാവ് രംഗത്ത് വരുന്നു. ആരാണ് ആ നേതാവ്? ഞാൻ പ്രത്യേകം പേര് പറയേണ്ട കാര്യമില്ലല്ലോ. നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് മുടക്കുക എന്നുള്ളത് ജീവിതവ്രതമായി കണ്ട തൃശ്ശൂർ ജില്ലയിലെ നേതാവ്, നേരത്തെ ഈ മണ്ഡലത്തിന്റെ MLA ആയിട്ട് 52 വോട്ടിന് ജയിച്ച് അത്യാവശ്യം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ആ ജനം പിന്നീടൊരു തെരഞ്ഞെടുപ്പിൽ മലർത്തിയടിച്ച വിദ്വാൻ പത്രസമ്മേളനവുമായിട്ട് രംഗത്തിറങ്ങി. അദ്ദേഹം പറയുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കോൺഗ്രസ്സുകാരൻ വന്നാൽ പിന്നെ ചേലക്കരയും വടക്കാഞ്ചേരിയും ഒന്നും LDFന് കിട്ടാൻ പോകുന്നില്ല. ഞാനും അയാളും തമ്മിലൊരു ചാനൽ സംവാദം ഉണ്ടായി. ആ സംവാദത്തിൽ പറഞ്ഞ കാര്യം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ചേലക്കരയും വടക്കാഞ്ചേരിയുടെ MLA മാർ ഈ വേദിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞ കുന്നംകുളം MLAയും വേദിയിലുണ്ട്. ഒരു സംശയവും ഞങ്ങൾക്കില്ല, ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ 3 മണ്ഡലത്തിലും നേടിയ ലീഡ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നേടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അനിൽ അക്കരയുടെ എന്താ പറയുക വിരട്ടലൊന്നും നടക്കാൻ പോകുന്നില്ല. എന്ത് നുണകൾ! നാട്ടുകാരെ മുഴുവൻ കബളിപ്പിച്ചതിൻ്റെ പറ്റിച്ചതിൻ്റെ റെക്കോർഡുമായിട്ടുള്ളയാൾ. ഇവിടെ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞു, ലൈഫ് പദ്ധതി വഴി ഗവൺമെന്റ് നിർമ്മാണം ആരംഭിച്ച ലൈഫ് ഭവന പദ്ധതി രാഷ്ട്രീയ വിദ്വേഷം കൊണ്ട് മുടക്കാൻ അതിനുവേണ്ടി കുത്തിത്തിരിപ്പുമായി ഇറങ്ങിത്തിരിച്ച ആളാണ്. അത് മുടക്കിയ ആളാണ്. ഇപ്പോഴും അത് നിയമക്കുരുക്കിലാണ്. മുഖം രക്ഷിക്കാൻ വേണ്ടി പിന്നീട് പല വിദ്യകളും നടത്തി. പക്ഷേ വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സേവ്യർ ചിറ്റലപ്പള്ളി MLAയോട് അദ്ദേഹം വലിയ പരാജയം നേരിട്ടു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആ കാറ്റ് പിടിക്കില്ല എന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം, ഞാനൊരു കാര്യം പറയാണ്, ഇവരുടെയൊക്കെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഞാനിനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് പറഞ്ഞ ആളല്ലേ. MLA ആയിരുന്ന ആൾ MP ആയിട്ട് പ്രൊമോഷനല്ല, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, അതും വേറൊരാൾക്ക് കൊടുക്കില്ല എന്ന വാശിയാണ്. കോൺഗ്രസിന്റെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മത്സരിച്ച് പ്രസിഡന്റ് ആവുകയോ ജയിക്കുകയോ ചെയ്യട്ടെ എന്നല്ല. ആ പോസ്റ്റും തനിക്ക് എന്ന് പറഞ്ഞ് ചാടിക്കേറി പിടിച്ച് അവിടെ പ്രസിഡന്റായിട്ട് ഇരിക്കട്ടെ. പക്ഷേ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഒരു തരം നാട്യമുണ്ടല്ലോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല
എന്നാണോ നിങ്ങൾ കരുതുന്നത്? തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിൽ ഒരിടത്തും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കുതികാൽവെട്ടിലൂടെ, കുതിര കച്ചവടത്തിലൂടെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലോ CPIMമോ ഇടതുപക്ഷമോ ഒരു സ്ഥാനവും നേടിയിട്ടില്ല. ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു സ്ഥാനവും ഞങ്ങൾ നേടിയിട്ടില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥിതി എന്താണ്? കോൺഗ്രസിനെ പിന്താങ്ങി നടക്കുന്ന കോട്ടയം പത്രത്തിൻ്റെയും ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നു, എന്താണ് കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള റെക്കോർഡ്? മറ്റത്തൂർ പഞ്ചായത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. CPMനെതിരെ ഇത്തരം അപവാദ പ്രചരണങ്ങൾ UDF നടത്തുന്നത് അവരുടെ ജീർണിച്ച രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ്. CPIM ഇത്തരം നുണപ്രചരണങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റലപ്പള്ളി MLA, ജില്ലാ കമ്മിറ്റി അംഗം UR പ്രദീപ് MLA, ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.